പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു സത്യം പറയട്ടെ. അതായത് ഇന്ന് ലോകത്തിൽ ലഭ്യമായ ഏറ്റവും സമയ ചുരുക്കത്തിൻ്റെ പദ്ധതി ഉടമ്പടിയാണ്. ഈ ഉടമ്പടി ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഒരു സാക്ഷ്യം പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ, അതിൻ്റെ പേരെന്താണ്, ആൻ്റണി ആൽഫിൻ്റെ ഒരു സാക്ഷ്യം കേട്ട്, പുള്ളി വിസ അടിക്കണ സമയമായപ്പോഴാണ് പുള്ളിയുടെ പാസ്പോർട്ട് റിജക്റ്റായി. എന്താ കാര്യം? പാസ്പോർട്ടിൽ ആൻ്റണി എന്ന് അടിച്ചിരിക്കുകയാണ്. ആൽഫിനാണ് ആൽഫിൻ ആൻ്റണി. അപ്പോൾ വിസ അടിക്കാൻ പറ്റത്തില്ല. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ തുടങ്ങാപ്പോൾ ഒരു 5 ദിവസമേ ഉള്ളൂ. തെറ്റായ പാസ്പോർട്ടിൽ എങ്ങനെയാണ് ഇനി റീജിയണൽ പാസ്പോർട്ടിൽ പോയി വരണം. റീജിയണൽ പാസ്പോർട്ടിൽ പോയി അത് ആൻ്റണി ആൽഫിനെന്നാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ലോക്കൽ പോസ്റ്റ് ഓഫീസിൽ വരണം. ലോക്കൽ പോസ്റ്റ് ഓഫീസിൻ്റെ സീല് വേണം. ഇതൊന്നും 5 ദിവസം കൊണ്ട് നടക്കത്തില്ല. പക്ഷേ ഇവന് ഉടമ്പടി കാശുരം പിടിച്ചുകൊണ്ട് റീജിയണൽ ഓഫീസിൽ പോവുകയും അവിടെ നിന്ന് ഇത് റെക്ടിഫൈ ചെയ്യുകയും, കാര്യം അത് അപ്പോൾ അവർ പറയും 14 ദിവസം വേണമെന്ന്. അതിൻ്റെ പ്രോസസ് ടൈം 14 ദിവസം. പാസ്പോർട്ട് തിരുത്തി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോസസ് ടൈം 14 ദിവസമാണ്. 14 വർക്കിംഗ് ഡേയ്സാണ്. അപ്പോൾ വർക്കിംഗ് ഡേയ്സ് 14 വർക്കിംഗ് ഡേയ്സ് ആകുമ്പോൾ സ്വാഭാവികമായി എല്ലാം അങ്ങനെയാണ്. അതിൻ്റെ നിയമം അതാണ്, അതിൻ്റെ പ്രോസസ് ടൈമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൻ്റണി ആൻ്റണി ആക്കുന്നതിന് 14 ദിവസം വേണം. പക്ഷേ ഇവൻ ഈ ഉടമ്പടി അസുരൻ തിരുമി മാതാവിൻ്റെ അടുത്ത് മധ്യസ്ഥം വഹിച്ച് സഞ്ചാരി മാതാവ് ഇവൻ്റെ കൂടെ പോയിട്ട് അവസാനം റീജിയണൽ ഓഫീസിൽ കറക്റ്റ് ഒരു 3 ദിവസം കൊണ്ട് സെറ്റാവും. 3 ദിവസം സെറ്റാകുമ്പോൾ ഇത് ഇനി സെൻഡ് ചെയ്യണം. അവർ കൈ തന്നി വിടത്തില്ല. അവർ ലോക്കൽ പോസ്റ്റ് ഓഫീസിലേക്ക് സെൻഡ് ചെയ്യണം. അപ്പോഴിതിനിടയ്ക്ക് ശനി ഞായറും വന്ന് പണി പണിച്ചില്ലേ. വെള്ളിയാഴ്ചയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ശനി ഞായറുമാണ് 5 ദിവസം ഉള്ളത്. പിന്നെ തിങ്കളാഴ്ചയിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ പോകും. അപ്പോൾ ഒരു മനുഷ്യൻ ചക്രശ്വാസം വലിക്കണ അവസ്ഥ കണ്ടില്ലേ. അപ്പോൾ എന്നാ ചെയ്യിക്കണേ, അവൻ അപ്പോഴും അമ്മയെ തന്നെ മുറുകെ പിടിക്കും. അമ്മ സമയത്തിൻ്റെ അമ്മയല്ലേ, സമയ ചുരുക്കത്തിൻ്റെ അമ്മയല്ലേ. അപ്പോൾ അമ്മയെ മുറുകെ പിടിച്ചിട്ട് ഇവൻ ലോക്കൽ പോസ്റ്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവരെന്താ ചെയ്യണം, അവരുടെ അടുത്ത് വരണ്ടേ ഇത്. അവിടുന്ന് സീലടിച്ച് ലോക്കൽ പോസ്റ്റ് ഓഫീസ് വന്നാലല്ലേ ഇവർക്ക് സീലടിച്ചിട്ട് രജിസ്റ്റർ ചേർത്തിട്ട് ഇവർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അവിടെ ഒരു മാഡം തയ്യാറാവും. ഒരു മനസ്സിന് അവിടെ മനസ്സിന് മാതാവ് ഉണർത്തും. എന്നിട്ട് മാഡം പറയും, ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറയും. ഞാൻ നിൻ്റെ കൂടെ വരാം. ഉടനെ അവരവിടുത്തെ സീലിൻ രജിസ്റ്റർ എടുത്തുകൊണ്ട് റീജിയണൽ പോസ്റ്റ് ഓഫീസായിട്ട് ഇവൻ്റെ കൂടെ ചെല്ലും. എന്നിട്ട് നേരിട്ട് റീജിയണൽ ഓഫീസിൽ നിന്ന് പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് അവിടെ വെച്ച് തന്നെ ലോക്കൽ പോസ്റ്റ് ഓഫീസിൻ്റെ സീൽ വെച്ചിട്ട് അവൾ ഒപ്പിട്ടിട്ട് തിരിച്ചു കൊടുക്കും. കൈയിടിച്ച് കർത്താവ് അതിശയവാ നീ മാത്രമേ ദൈവമെന്നും അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. അപ്പോൾ ഈ 14 ദിവസമാണ് ചുരുങ്ങി വെറും 3 ദിവസമാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ? ഇത് 14 ദിവസമാണ് ചുരുങ്ങി 3 ദിവസമായിരിക്കുന്നത്. ഈ സമയ ചുരുക്കം എപ്പോഴും ഞാൻ നിങ്ങളെ പറയും, ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞത്, ഒത്തിരി ഗുണങ്ങളുണ്ട്, അതിലൊരു ഗുണമാണ് ഈ സമയ ചുരുക്കം. പക്ഷേ എൻ്റെ മക്കൾ അറിയേണ്ടത് സമയ ചുരുക്കത്തിൻ്റെ അതിൻ്റെ കാരണങ്ങൾ എന്താണ്, എപ്പോഴാണ് സമയം ചുരുങ്ങണത്? ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ സമയം ചുരുങ്ങുന്നത് പാടാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, എനിക്ക് തോന്നണത്, മർക്കോസിൻ്റെ 13:20 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. മർക്കോസ് 13:20. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ, ഒന്ന് പറഞ്ഞേ, കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. ഇതാണ് സത്യാവസ്ഥ. ആ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ദുരന്ത ദിനങ്ങളെന്നാണ് ഉദ്ദേശിക്കുന്നത്. ബൈബിളിൽ ആ ദിവസങ്ങൾ 13:20 ദുരന്തങ്ങളെക്കുറിച്ച് പറയുകയാണ്. ദുഃഖങ്ങളെയും ക്ലേശങ്ങളെയും കഷ്ടപ്പാടിനെയും കുറിച്ച് പറയുകയാണ്.
അപ്പോൾ ദുഃഖങ്ങളെയും ക്ലേശങ്ങളെയും കഷ്ടപ്പാടിനെയും കുറിച്ചാണ് മാർക്കോസിൻ്റെ സുവിശേഷം 13:20 പറയണത്. ഈ ദുഃഖങ്ങളുടെ ദിവസം, ക്ലേശങ്ങളുടെ ദിവസം, ആധികളുടെ ദിവസം, ഉത്കണ്ഠയുടെ ദിവസം, പരവേശത്തിൻ്റെ ദിവസം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇപ്പോൾ ഇവൻ്റെ പാസ്പോർട്ടിൻ്റെ വിഷയം കണ്ടില്ലേ, അവൻ ഞെട്ടിപ്പോയില്ലേ പെട്ടെന്ന്. ആൽഫിൻ ആൻ്റണി എന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ ചങ്ക് പറഞ്ഞു പോയി. അത് ക്ലേശങ്ങളുടെ ദിവസങ്ങളാണ്. ഈ ക്ലേശങ്ങളുടെ ദിവസങ്ങൾ എന്ത് പറ്റും? അത് ദൈവം ചുരുക്കി തരും, കുറച്ച് തരും. 14 ദിവസം ടെൻഷൻ അടിക്കേണ്ടത് 3 ദിവസമാക്കി കൊടുക്കണം. പക്ഷേ എങ്ങനെയാണ് അത് കൊടുക്കണത്? 14:21 ഉണ്ട്, 13:21, മർക്കോസ് 13:21 വായിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസ് 13:21. മർക്കോസ് 13:21. ഇതാ ക്രിസ്തു ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി. അത് വായിച്ചോളൂ. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. അപ്പൊ ആർക്ക് വേണ്ടിയാണ് കർത്താവ് ദിവസം ചുരുക്കാൻ ടൈം ഷോർട്ട് ചെയ്യണം? ആർക്ക് വേണ്ടിയാണ്? അതാണ് പ്രശ്നം. അത് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളായി മാറണം. അതായത് വിളിച്ചാൽ മാത്രം പോരാ, മറിച്ച് എന്താണ്? ഇപ്പം നിങ്ങൾ ക്രിസ്ത്യാനിയാകാം, ജന്മം കൊണ്ട് ക്രിസ്ത്യാനി ആയവരുണ്ടാകാം, അല്ലെങ്കിൽ ഇടക്കാലം കൊണ്ട് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവരുണ്ടാകാം. അതെല്ലാം വിളിയാണ്. വിളി വേറെ, തിരഞ്ഞെടുപ്പ് വേറെ. 1:10 1:10 വായിച്ച് വിളിയുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്, രണ്ട് കേസാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. വായിച്ചോളൂ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 പത്രോസ് 1:10. ആകയാൽ സഹോദരങ്ങളെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രണ്ട് കാര്യങ്ങളുണ്ട്, വിളിയുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്. നമ്മളിപ്പോൾ ഒരു ക്രിസ്തീയ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചു, അപ്പോൾ ക്രിസ്ത്യാനിയായി ജീവിച്ചു, അതൊരു വിളിയാണ്. പക്ഷെ തിരഞ്ഞെടുക്കുന്നത് എന്താണ്? നമ്മളിപ്പോൾ ജ്ഞാനസ്ഥാനപ്പെടുത്തിയപ്പോൾ തന്നെ, നമ്മളെ ജ്ഞാനസ്ഥാനപ്പെടുത്തിയ തന്നെ മാതാപിതാക്കന്മാരുടെ വിശ്വാസത്തിൽ അവിടെ കെയർ ഓഫിലല്ലേ ജ്ഞാനസ്ഥാനപ്പെടുത്തിയിരിക്കണത്. എന്നിട്ട് നമ്മൾ മുതിർന്നപ്പോഴേ ഈ വിശ്വാസം സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ജീവിച്ചപ്പോഴാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. അത് വിളിക്കപ്പെടും. ജ്ഞാനസ്ഥാനം ഒരു വിളിയാണ്. പക്ഷെ തിരഞ്ഞെടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് അത് നീതീകരിക്കേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാണ്. തിരഞ്ഞെടുപ്പ് ചിലപ്പോൾ ചിലർ വിളിക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടാകത്തുള്ളൂ. അവർ തിരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ പ്രമാണം ചെയ്യാം, വസ്തു പ്രമാണം ചെയ്യാം, പണം കൈമാറാം. പക്ഷേ പൊക്കൂര ചെയ്യണ വേറെ വിഷയമാണ്. പൊക്കൂര ചെയ്യണമെങ്കിൽ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി കരമടച്ചിട്ട് നമ്മുടെ പേരിൽ തണ്ടപ്പേര് പിടിച്ചിട്ട് നമ്മൾ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുക്കണം. അപ്പോഴാണ് ഗവൺമെൻറ്, അപ്പോഴാണ് നമ്മളെ തിരഞ്ഞെടുപ്പ് പറഞ്ഞാൽ അവിടെയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കേവലം ജ്ഞാനസ്ഥാനപ്പെട്ട സന്തതികളായി നമ്മൾ ജനിച്ച് മരിച്ചു പോകും. പ്രമാണമുണ്ട്, പക്ഷേ ഇത് നമുക്കറിയാമല്ലോ, ഇത് വെച്ച് ഒരു പൊടികോരി തിന്നാനല്ലാതെ ഒന്നിനും കൊള്ളത്തില്ല. കാര്യം എന്താണ്? എല്ലാവരും നടക്കുന്നത് പട്ടയം ആണ്, പക്ഷേ അത് നമുക്ക് ടാക്സ് അടക്കാൻ പറ്റിയ രീതിയിൽ പറ്റുചീട്ടുണ്ടാക്കിയെടുക്കണം. പറ്റുചീട്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം. നിങ്ങൾ എപ്പോഴും നിങ്ങൾ പത്രം കൊടുക്കുന്നു, അല്ലെങ്കിൽ രോഗികളെ പോയി കാണുന്നു, അല്ലെങ്കിൽ പാവത്തങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുന്നു. അതെല്ലാമാണ് ഈ തിരഞ്ഞെടുപ്പെന്ന് പറയണത്. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന വിധമുണ്ട്. ചെയ്യുന്ന വിധം തെറ്റിപ്പോയാൽ ചെയ്യുന്ന സ്പിരിറ്റുണ്ട്. എന്താണ് അത് പറയുന്നുണ്ട് വചനത്തിൽ? എന്താണ് നിങ്ങളുടെ വിളി? ഒന്ന് വായിച്ച്. നിങ്ങളുടെ വിളിയും ഒന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും. അപ്പോൾ കൂടുതൽ ഉത്സാഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൻ്റെ വിഷയം എന്നത് നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കാം, പക്ഷേ അത് എൻ്റെ സ്പിരിറ്റുണ്ട്. എന്താണ്? കൂടുതൽ ഉത്സാഹത്തോടെ. അല്ലാതെ മരിച്ചവിടെ വീട്ടിൽ ചത്തവരിയ്ക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ കൊടുത്ത് ഒപ്പിക്കത്തില്ലേ, അത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇതിപ്പോൾ എല്ലാം ഓരോ വചനം അങ്ങനെയാണ്. ഓർഡർ തമ്മാവ ആളറിയാവുന്നതാണ്. അല്ല, നിങ്ങളിങ്ങനെ ഒപ്പിച്ചുണ്ടാക്കി ആക്കാനും വേണ്ടി ഒക്കാനിച്ചാൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല.
ദൈവം നോക്കണത് നിങ്ങളുടെ ഹൃദയമാണ് നോക്കണത്. നിങ്ങൾക്ക് ദൈവസ്നേഹമുണ്ടോ അതാണ് നോക്കണത്. ദൈവസ്നേഹത്തോടെയാണ് ഇത് ചെയ്യണത്. ദൈവസ്നേഹത്തോടെയാണ് നിങ്ങൾ ചെയ്യണത്. ഈ ദൈവസ്നേഹത്തോടെയുള്ള സ്നേഹം തന്നെ അത് ജോലിയോടുള്ള സ്നേഹമാണോ, അത് നിങ്ങളുടെ പ്രൊഫഷനുള്ള സ്നേഹമാണോ, അത് നിങ്ങളുടെ കാര്യം കാണാൻ വേണ്ടിയുള്ള സ്നേഹമാണോ, അതെല്ലാം കർത്താവിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇത് നീണ്ടു നിൽക്കണ ദൈവമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഒരു ടൈം ബൗണ്ട് ആകരുത്, അത് നീണ്ടു നിൽക്കണമെന്ന് പറയണത്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഇന്ന് അങ്ങയോട് ഞാൻ കാണിക്കുന്ന തീഷ്ണത എന്റെ ആജീവനാന്തം കാണിക്കുവാനും അത് ദൈവസ്നേഹത്തോടെയും അങ്ങയോടുള്ള ആത്മബന്ധത്തിലും ആയിരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ആത്മാവിൽ ജ്വലിച്ച് നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും, പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും. ആത്മാവിൻ മലരിൽ അവദാനമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൽ മിഴിനീരിൽ കുഴയോരം തന്നിൽ സ്തുതി പാടിടും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും, പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും. ആത്മാവിൻ അവദാനമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. യോഗമാകും ബാബിലോണിൽ മിഴിനീരിൽ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. മക്കളെ, നമ്മൾ വളരെ താത്വികമായിട്ട് ഷാർപ്പ് ഷൂട്ടായിട്ടാണ് ഇത് പഠിക്കുന്നത്. ഇത് പഠിച്ചാൽ നിങ്ങൾ അലഞ്ഞ് എപ്പോഴും ആലപ്പുഴ നടക്കേണ്ട കാര്യം വരത്തില്ല. ഉടമ്പടി കറക്റ്റ് ഷാർപ്പ് ഷൂട്ട് ചെയ്യണമെങ്കിൽ അച്ഛൻ്റെ ഈ ഫോർമുല നമുക്കറിയാമല്ലോ. ഞാനൊന്നും കയ്യിൽ നിന്നിട്ട് ഒരിക്കലും പറയത്തില്ല, ഒരു കഥ പറയത്തില്ല, ഒരു സംഭവം പറയത്തില്ല, ഒന്നും പറയത്തില്ല. എല്ലാം കർത്താവിൻ്റെ വചനങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. കർത്താവിൻ്റെ വചനങ്ങളിലുള്ള ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പോൾ ആരെയാണ് ഈശോ ഇഷ്ടപ്പെട്ടത്? ഇപ്പം നമ്മൾ 3:14 വായിച്ചു, അല്ലെങ്കിൽ 3:13. എന്താണ്? അവിടുന്ന് തനിക്കിഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു. അതല്ല പ്രശ്നം. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ആരാണ്? ശരിക്കും പറഞ്ഞാൽ ആർക്കാണ് ഉത്സാഹമുള്ളത്, അത്യുത്സാഹത്തോടെ ദൈവത്തെ സ്നേഹിക്കണത്, അല്ലെങ്കിൽ നിത്യകാലം മരണം വരെ ദൈവത്തെ സ്നേഹിക്കുമെന്ന് ഉറപ്പുള്ളവരെയാണ് ഈശോ ആദ്യം വിളിക്കുന്നത്. അത് നിങ്ങൾ ടെക്നിക്ക് മനസ്സിലാക്കണം. മരണം വരെ, അല്ലാതെ ഇപ്പോൾ ഒരു സീസൺ വന്നു, ഒരു പ്രശ്നം വന്നു, വസ്തു വിൽപ്പാനുണ്ടായി, അല്ലെങ്കിൽ ഒരു പശുവിനെ കച്ചവടം ചെയ്യാനുണ്ടായി, ആരെങ്കിലും എടുക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ ഒന്ന് ഉടമ്പടി ചെയ്തേക്കാം, അങ്ങനെയുള്ള ഉടമ്പടി ക്രിസ്ത്യാനിയെ ഒന്നും വിശ്വസിക്കത്തില്ല കർത്താവ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊരു വിളിയാണ്, അതേക്കാളുപരി ഇതൊരു തിരഞ്ഞെടുപ്പാണ്. അതാണ് 2:1 പറയണത്. വിളി മാത്രമല്ല, തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? തിരഞ്ഞെടുക്കുന്നത് ഇഷ്ടപ്പെട്ടവരെയാണ്. ഇഷ്ടപ്പെട്ടത് ആരാണ്? അതായത് അവസാനം വരെ തൻ്റെ കൂടെ ആയിരിക്കുമെന്ന് ഈശോക്ക് ഉറപ്പുള്ളവരെയാണ്. അവസാനം വരെ ആയിരിക്കുന്നത് എന്തിനാണ്? ചുമ്മായല്ല, സുവിശേഷം കൈമാറണം. അതിനൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സുവിശേഷം കൈമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ, സുവിശേഷം അതായത് യേശുവിനെ മറ്റ് വ്യക്തികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും പോപ്പാണെങ്കിലും രാജിവെച്ച് പോകാൻ പറയും. അതാണ് പ്രശ്നം. വേറെ ഒന്നുമില്ല, വേറെ മാർഗമൊന്നുമില്ല. സുവിശേഷം കൈമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരായിട്ടും കാര്യമില്ല. അതൊക്കെ വെറും ഒരു ഫംഗ്ഷൻ മാത്രമായി പോകും. മറിച്ച് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് സുവിശേഷ കൈമാറ്റമാണ്. അത് ക്രിസ്തുവിനെ കണ്ണടച്ച് ഒരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് എന്ത് എളുപ്പമാണ് സുവിശേഷം കൈമാറാൻ. കൃപാസനം പത്രം പ്രാർത്ഥിച്ച് കൊടുക്കുന്ന എത്രയോ പേരാണ് ആ പത്രം വായിച്ചിട്ട് കർത്താവിനെ തിരക്കി വരണത്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞ കാലം മുതൽ തന്നെ അത് കൈമാറണം എന്നുള്ള മനസ്സിൽ എപ്പോഴും ഉണ്ട്. കാര്യം 6ാം ക്ലാസ് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് വൊക്കേഷൻ ക്യാമ്പ് കേൾക്കണത്. കാര്യം ഈ ദൈവവിളിക്ക് വേണ്ടി ഞങ്ങളുടെ സ്കൂളിലെ അച്ഛന്മാർ വരുമ്പോൾ അവർ പറയണതാണ്, നിങ്ങൾ ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ആ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, മരിയൻ പെരേര, ഞങ്ങളുടെ രൂപതയിൽ. അപ്പോൾ അദ്ദേഹം ബോർഡെ കൂടെ എഴുതിയിട്ട് ഞാൻ എൻ്റെ 6ാം ക്ലാസ്സിൽ ബോർഡെ കൂടെ എഴുതിയിടണം ഞാൻ കാണുന്നുണ്ട്. ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളും സുവിശേഷം പ്രസംഗിക്കുക. 9ാം ക്ലാസ്സിൽ ഈ മനുഷ്യൻ വരും. പിന്നെ IMS യേശുദാസ് അച്ഛൻ വരും. ഇവരൊക്കെ എന്താ പറയണത്? വിളവധികമാണ്, വേലക്കാരെ ചുരുക്കം. സത്യം പറയാം, ഈ 2 വചനങ്ങളാണ് ഞാൻ 6ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും കേട്ടത്. ഞാൻ ഇന്നും ഓർത്തിരിപ്പുണ്ട്. ഞാൻ ഇന്നും സെമിനാരി വെച്ച് സെമിനാരി ചെല്ലുമ്പോൾ എനിക്കൊരു കുഞ്ഞു പുസ്തകം ഉണ്ടായി. കാര്യം പഴയ പുസ്തകങ്ങളുടെ എല്ലാ അവസാനത്തെ പേജ് കീറി എടുത്തിട്ട് തുന്നിക്കെട്ടി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പുസ്തകമാണ് കുഞ്ഞു പുസ്തകം. കാര്യം ഒരു പുസ്തകം മേടിക്കണ്ടേ, അപ്പോൾ അതിന് പൈസ വേണ്ടേ. അതിന് പകരം ബാക്കിയുള്ള പേജൊക്കെ അവസാനം എഴുതാത്ത പേജെല്ലാം കീറി എടുത്തിട്ട് കുത്തി കെട്ടിയിട്ട് സ്വന്തമായിട്ട് പുസ്തകം ഉണ്ടാക്കും. അതിന് മുഴുവനും എഴുതി വെക്കണത് വിളവധികം വേലക്കാർ ചുരുക്കമെന്നാണ്. അത് മുഴുവനും അന്ന് കാലത്ത് ഞാൻ ചിന്തിച്ചിരുന്ന കാര്യം അതാണ്. അന്ന് മുതലേ കർത്താവ് എനിക്ക് ശ്വാസം പോലെ തന്നാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത്. അതായത് നിങ്ങളോട് ഞാനത് തന്നെ പറയണത്, എൻ്റെ മക്കൾ, അതാണ് സത്യം. അത് നിങ്ങൾ ജീവിതം കൊണ്ട് ഈശ്വരനെ കൈമാറാൻ തീരുമാനിച്ചാൽ നിങ്ങൾ അപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെടും. തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തിനാണ് തിരഞ്ഞെടുക്കണത്. കേവലമായ ഒരു തിരഞ്ഞെടുപ്പുമില്ല. തിരഞ്ഞെടുപ്പെല്ലാം ഫലം പുറപ്പെടുവിക്കാനുള്ളതാണ്. അതിപ്പോൾ നമ്മൾ മർക്കോസിൻ്റെ 15-16 എടുത്ത് മർക്കോസ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-16 ശ്രദ്ധിക്കട്ടെ. പാടി വാഴ്ത്തുന്നു, ശ്രദ്ധിക്കട്ടെ. ഒരുമിച്ച് പാടുക. ഒരുമിച്ച് പാടുക, സന്തോഷത്തിന് കൈയടിച്ച് പാടുക. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നീ സ്നേഹമോർക്കുന്നെല്ലാരും സന്തോഷത്തോടെ പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നീ സ്നേഹമോർക്കുന്നെല്ലാരും. ആ വേഴ്സ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. അവദാനമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും യോഗമാകും ബാബിലോണിൽ മിഴിനീരിൽ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും. വായിച്ചോളൂ. യോഹന്നാൻ 15-16. യോഹന്നാൻ 15-16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. എന്താ പറയണത്? നിങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. അപ്പൊ എന്റെ അർത്ഥം, നമ്മൾ എന്തെങ്കിലും ഗിമിക്ക് കാണിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് ചെല്ലാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. പുള്ളിക്കാരനാണ് തിരഞ്ഞെടുക്കണത്, നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ലേ. ഇത് മർക്കട ന്യായം പോലെയാ. ഭാരത മീമാംസകളിലെ മർക്കട ന്യായമുണ്ട്, മാർജാര ന്യായമുണ്ട്. അപ്പോൾ മർക്കട ന്യായം എന്ന് പറയുമ്പോൾ കുരങ്ങിൻ്റെ കുരങ്ങ് ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തള്ളക്കുരങ്ങിൻ്റെ മുതുകത്ത് ഈ കുഞ്ഞു കുരങ്ങ് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കണം. അപ്പോൾ അവിടെ പിടിച്ചിരുന്നില്ലെങ്കിൽ തള്ളക്കുരങ്ങ് ചാടുമ്പോൾ കുഞ്ഞ് തെറിച്ചു പോകും. അവിടെയാണ് കുഞ്ഞിന് ഒരു റോളുണ്ട്. പക്ഷേ പൂച്ച മർക്കട ന്യായം മാർജാര ന്യായം എന്താ? പൂച്ച കുഞ്ഞിനെ കൊണ്ടുപോകണമാണ്. അവിടെ കുഞ്ഞിനൊന്നും ചെയ്യാനില്ല അല്ലേ. മച്ചിൻ്റെ പുറത്തേക്ക് പൂച്ച കയറണം എങ്ങനെയാണ്? കുഞ്ഞിനെ കടിച്ചോണ്ട് കയറും. ഇങ്ങനെ ചോദിച്ചു പോലെ കിടക്കേ ഉള്ളൂ. അവിടെ കുഞ്ഞിനൊന്നും ചെയ്യാനില്ല. അതുപോലെയാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത്. ഇവിടെ കുഞ്ഞിനൊന്നും ചെയ്യാനില്ല. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അത് ഒരു സീരിയസ് വെല്ലുവിളിയാണ്, ഒരു ചാലഞ്ചാണ്.
അത് നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, എൻ്റെ കർത്താവേ, എന്റെ കർത്താവേ, എൻ്റെ കഴിവിനേക്കാൾ ഉപരി എന്റെ കഴിവിനേക്കാൾ ഉപരി നിന്റെ കൃപയിലാണ് നിന്റെ കൃപയിലാണ് എൻ്റെ ദൈവവിളിയെന്ന് എന്റെ ദൈവവിളിയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നാൽ ആകർഷിക്കപ്പെടാൻ എനിക്ക് ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരുമിച്ച് പാടണം, പാടി വാഴ്ത്തുന്നു. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നീ സ്നേഹമോർക്കുന്നെല്ലാരും. പാടി വാഴ്ത്തുന്നു. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നീ സ്നേഹമോർക്കുന്നെല്ലാരും. ആത്മാവിൻ മലരിൽ അവതാരമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൽ വിഴിനീരിൻ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നീ സ്നേഹമോർക്കുന്നെല്ലാരും. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത വചനം വായിച്ച് 15-16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ പെടാനുള്ള മാർഗമുണ്ട്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ നമ്മളെ പെടാനും ദൈവത്താൽ ആകർഷിക്കപ്പെടാനുള്ള മാർഗം എന്താണ്? വായിച്ചോളൂ. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും. പ്രൈസ് ദി ലോർഡ്. ഏത് പറഞ്ഞ്? നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. രണ്ട് കാര്യമാണ്. ഒന്നെന്താണ്? നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കണം. പിന്നെന്താണ്? നിങ്ങളുടെ ഫലം നിലനിൽക്കണം. അപ്പം നിലനിൽക്കുന്ന ഫലമാണെന്ന് ഫലം പുറപ്പെടുവിക്കുമെന്ന് കണ്ടാൽ, ആ ഫലം നിലനിൽക്കുന്നതാണെന്ന് കണ്ടാൽ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അല്ല, സീസണലാണെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെല്ലാവരും അനുവർത്തിക്കുന്ന സീസണൽ സ്പിരിച്വാലിറ്റിയാണേ. ഒരു ഇഷ്യൂ ഉണ്ടായി, ആ ഇഷ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രാർത്ഥനാ പദ്ധതി ഉണ്ടായി. അത് പ്രാർത്ഥനയും സാക്ഷ്യം പറഞ്ഞ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. അത് ഇഷ്യൂ ബേസ്ഡാണ്. പക്ഷെ അത് നിലനിൽക്കണില്ല. അവിടെ പ്രശ്നം. തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ രണ്ട് ക്വാളിറ്റി വേണം. എന്താണ്? നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കണം. ഫലം ഉണ്ടാകുന്ന ആൾക്കാരായിരിക്കണം. ഫലം പുറപ്പെടുവിക്കണം. പിന്നെ എന്താണ്? ഫലം നിലനിൽക്കണം. എന്ന് വെച്ചാൽ അത് ഈ രണ്ട് കാര്യം. ഫലം പുറപ്പെടുവിക്കണം. പിന്നെ എന്താ ഒന്ന് പറഞ്ഞേ? ഫലം പുറപ്പെടുവിക്കണം. രണ്ടാമത്തെ എന്താണ്? ഫലം നിലനിൽക്കണം. നിങ്ങൾ ഈ നിലനിൽക്കുന്ന ഫലമാണ് പുറപ്പെടുവിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ 45 വയസ്സ് കഴിഞ്ഞാലും 50 വയസ്സ് കഴിഞ്ഞാലും 60 വയസ്സ് കഴിഞ്ഞാലും ഒക്കെ കർത്താവിൻ്റെ കൃപയിൽ കർത്താവിന് വേണ്ടി ജോലി ചെയ്ത് ജീവിക്കുമെന്ന് എങ്ങാനും ദൈവത്തിന് മനസ്സിലായാൽ പിന്നെ ഈ തിരഞ്ഞെടുപ്പ് പെട്ടെന്നാവും. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, എന്നെ നീ തിരഞ്ഞെടുക്കണമേ. എന്നെ ഫലം പ്രാപിക്കുന്ന ഫലം കായ്ക്കുന്ന വൃക്ഷമായി മാറ്റണമേ. ഫലം നിലനിൽക്കുന്ന സൃഷ്ടിയായി മാറ്റണമേ. രണ്ട് കാര്യവും പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം ഉടമ്പടിയോട് ബന്ധപ്പെട്ട് വരണതാണ്. എന്താണ്? സമയച്ചുരുക്കത്തിൻ്റെ സംഭവമാണ് ഇതെല്ലാം. സമയച്ചുരുക്കം ആർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കണത്? അതായത് അത് 13:20 വായിച്ച ഒന്നൊരു മർക്കോസ് സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. മർക്കോസ് 13:20. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ. പറഞ്ഞ കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. അപ്പൊ സമയം ചുരുക്കണത് ദൈവത്തിന്റെ പ്രഖ്യാപിതമായ നയപരിപാടിയാണ്. ആ നയപരിപാടിയിലുള്ളതാണ്. സമയം ചുരുക്കി കൊടുക്കും ആർക്കായാലും. പക്ഷേ സമയം ചുരുക്കാൻ എളുപ്പം എന്താണ്?
തിരഞ്ഞെടുക്കപ്പെടുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി സമയം ചുരുക്കും. ആരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്? ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. എന്ത് ഫലമാണ്? നിലനിൽക്കുന്ന ഫലം. നിലനിൽക്കുന്ന ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യതയോളം നിലനിൽക്കുന്ന ഫലം. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. നിലപാടുകളിലൂടെ നിങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കടത്തിലേക്ക് ഉയർത്തണമേ എന്ന് പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും ആത്മാവിനവതാരമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും ലോകമാകും ബാബിലോണിൽ പുഴുനീരിൻ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും. നിങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തെ ബോണിയമ്മിൻ്റെ ബൈ ദ റിവേഴ്സ് ബാബിലോൺ ഭയങ്കര കത്തി നിൽക്കുന്ന കാലമായിരുന്നു. അപ്പോൾ ഞാൻ ആ കാലങ്ങളിലൊക്കെ വായിച്ചുകൊണ്ടിരുന്നത് 87-ാമത്തെ സങ്കീർത്തനമാണ്. അതിപ്പോൾ വായിച്ചാലും നമുക്ക് ഫീലാകും. കാര്യം ബാബിലോൺ നദിയുടെ തീരത്തിരുന്നു കൊണ്ട് ഞങ്ങൾ പാടി. അപ്പോൾ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളോട് പറഞ്ഞു, ഇനി നിങ്ങൾ സിയോനെക്കുറിച്ച് പാടാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഓ സിയോൻ. കാര്യം ഇവരെ ജെറുസലേമിൽ നിന്ന് ക്യാപ്റ്റിവിറ്റിക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ബാബിലോണിലെ ഇറാഖിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ബാബിലോൺ നദിയുടെ തീരത്ത് ഇരുന്നുകൊണ്ട് ഇവർ സിയോനോർത്ത് വിലപിക്കണ കാലമാണ്. അപ്പോഴാണ് പറയുന്നത്, ഓ സിയോൻ, നിന്നെക്കുറിച്ച് ഓർത്തില്ലെങ്കിൽ ഞങ്ങളുടെ നാവുകളെ ഞങ്ങളുടെ കണ്ടത്തിൽ ഒട്ടിച്ചേർന്ന് കൊള്ളട്ടെ. അപ്പോൾ ഞങ്ങളുടെ അലരികൾ, അവിടുത്തെ അലരികൾ മരങ്ങളിൽ ഞങ്ങളുടെ കിന്നരനാദങ്ങൾ നിങ്ങൾ തൂക്കിയിട്ടിട്ടുന്നു. എന്നിട്ട് ഈ കാറ്റിവിൽ കിടക്കുന്ന മനുഷ്യരെ, അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മനുഷ്യർ അവിടെ ചങ്ങല കിലുക്കി സിയോനെക്കുറിച്ച് കൊണ്ടും ഈ ദൈവത്തെക്കുറിച്ച് കൊണ്ടും പാടും. എൻ്റെ ദൈവവേദനയിലെ വേദനയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ടാണിത്. എന്താണ്? ഞങ്ങളെ പാടി ആർക്കും അലരികളിൽ ഞങ്ങളുടെ കിന്നര തൂക്കിക്കൊണ്ട് ലോകമാകുന്ന ഈ ബാബിലോണിൻ്റെ കരയിൽ കൊണ്ട് ഞങ്ങൾ അങ്ങേ ഓർത്ത് പാടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രത്യാശയുടെ പാട്ടാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ വിലങ്ങുകൾ ഒടിഞ്ഞു വീഴും. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ഭൂമിയിലേക്ക്, വാഗ്ദാന ഭൂമിയിലേക്ക് കൊണ്ടുപോകും. കൈയിട്ടിച്ച് പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും ആത്മാവിനവതാരമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും ലോകമാകും ബാബിലോണിൽ വിഴിനീരിൻ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹ